ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏവരെയും ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ മാസം തുടർമാനമായി കേൾക്കുന്ന ഓരോ മെസ്സേജുകളും ദൈവസ്നേഹത്തിന്റെ മെസ്സേജുകളാണ്. ആ വാക്യങ്ങൾ ഓരോന്നും നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ക്രിസ്തു ജീവിതത്തിൽ ഓരോ വാക്യങ്ങളും നിങ്ങൾക്കെടുത്ത് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നേരിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. 1-2 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടു കൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. തമ്മിൽ ഐക്യത ഉള്ളവരായി തീരുവിൻ. താഴോട്ട് ഒത്തിരി വാക്യങ്ങൾ ഇതിനോട് ആസ്പദമാക്കിയിട്ടുണ്ട്. ഇതാ റോമ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായും ദൂത് കൈമാറ്റം ചെയ്യുകയാണ്. റോമ ലേഖനം 16 അധ്യായങ്ങൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇവിടെ ഇതാ വളരെ വ്യക്തമായി സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം അത് 100% ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. ഈ ലോകത്തിലേക്ക് 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച് താൻ തൻ്റെ കുടുംബത്തിനകത്ത് തൻ്റെ സഹോദരങ്ങൾക്കും അപ്പനും അമ്മയ്ക്കും മാതൃകയായി ജീവിച്ച് തൻ്റെ സൊസൈറ്റിയിൽ അനേകം പേർക്ക് അവനൊരു നല്ല ദൈവവൈദ്യനായി ജീവിക്കുകയും 3.5 വർഷം ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചതും ദൈവസ്നേഹത്തിലാണ്. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായും വളരെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് വിളിച്ചു പറയുക റോമാ സഭയോട്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്തിട്ട് നല്ലതിനെ പറ്റിക്കൊള്ളുന്നതാണ് സ്നേഹം. നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് തിന്മയെ ജയിക്കുന്നതാണ് ദൈവസ്നേഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരാൾ ദ്രോഹം ചെയ്തു, അതിന് പകരം ചെയ്യുന്നതാണോ ദൈവസ്നേഹം? നെവർ, നത്തിങ് ഡു ഇറ്റ്. നമ്മൾ മറ്റുള്ളവർക്ക് അതിന് പകരം ദൈവസ്നേഹത്തിൽ അവരെ കരുതുവാനും അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ ചെയ്യുവാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ദൈവസ്നേഹം വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന സ്നേഹം അത് നിർവ്യാജമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. യേശു കർത്താവേ, എൻ്റെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ വരുന്നവരും ആരുമായിക്കോട്ടെ, ഒരു നേരത്തിന് ആഹാരത്തിന് നിവൃത്തി ഉള്ളവർ കാണും, നിവൃത്തി ഇല്ലാത്തവർ കാണും, പാവങ്ങൾ കാണും, പട്ടിണി പാവങ്ങൾ കാണും, അനാഥര് കാണും, വിധവമാര് കാണും, അനേകം വഴിപോക്കര് കാണും, ഭിക്ഷക്കാര് കാണും. നമ്മുടെ മുമ്പിൽ വരുന്നവരെ ആരെയും നമ്മൾ കൈവിടരുത്. നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കുവാൻ നാം മറന്നു പോകരുത്. വാക്യം ഇങ്ങനെ പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തുവെങ്കിൽ അത് എനിക്ക് ചെയ്തതിന് സമമാണെന്ന്. നമ്മൾ ആർക്കെങ്കിലും ദൈവസ്നേഹത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്കല്ല ചെയ്യുന്നത്, അത് യേശുവിനാണ് ചെയ്യുന്നത്. ആ യേശു കർത്താവിന്റെ പ്രതിനിധിയായിട്ടാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ സ്നേഹം തീയതിനെ മറുത്തു കളഞ്ഞിട്ട് നല്ലതിനെ പറ്റിപ്പിടിക്കുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ ഉടമകളായി നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കുവിൻ. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു കണ്ടന്റാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ കൂടെയുള്ളവരെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ മക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, സഭാധ്യക്ഷന്മാരെ ബഹുമാനിക്കണം, നമ്മളെ നേർവഴിയിൽ നടത്തുന്ന ദൈവദാസന്മാരെ ഓരോരുത്തരെയും ബഹുമാനിക്കണം. നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു ഇതര സമുദായത്തിൽപ്പെട്ടവരെ
ബഹുമാനിക്കണം. ആമേൻ. എല്ലാവരെയും ബഹുമാനിക്കാനും അവരെ ആമേൻ സ്നേഹിക്കുവാനുമുള്ള ഒരു മനസ്സ് നമ്മുടെ അകത്ത് വെളിപ്പെടണം. ആ ഒരു സഹോദര പ്രീതിയിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ നമ്മൾ എന്തായിരിക്കണം? മുന്നിട്ട് നിൽക്കണം. ഇതാ ഒരു നിർവ്യാജ സ്നേഹത്തിന്റെ ക്വാളിറ്റി. ഇവിടെ ഇതാ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ മതപണ്ഡിതന്മാരാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പഞ്ചഗ്രന്ഥം, തോറ കാണാതെ പഠിക്കുന്നുണ്ട്, എല്ലാ ആചാരങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവരുടെ അകത്ത് എന്തില്ല? ദൈവസ്നേഹമില്ല, മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല. യഹൂദന്മാർക്ക് പറ്റിയ അബദ്ധവും അത് തന്നെയാണ്. അതാ യേശു കർത്താവ് ഈ ലോകത്ത് പഠിപ്പിച്ചത്. നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ആമേൻ തീയതിനെ വെറുത്തിട്ട് നല്ലതിനെ പറ്റിപ്പിടിക്കുന്ന ദൈവസ്നേഹത്തിന്റെ അളവറ്റ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഇന്ന് പകലും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you. ദൈവസ്നേഹം നിർവ്യാജമായിരിക്കട്ടെ.